ഹലോ എവറി വൺ, ഹാവ് എ നൈസ് ഡേ. ഇതുപോലൊരു പ്രഭാതം നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് നൽകുമല്ലേ. പ്രകൃതിയോടൊപ്പം തന്നെ ഒരു ദിനം തുടങ്ങുമ്പോൾ മനസ്സിനൊരു തരം പോസിറ്റീവ് എനർജി ലഭിക്കും. അപ്പോൾ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗിൽ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ്മെൻറ്റിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പതിവാണ് കേട്ടോ. ഒട്ടുമിക്കതും ഏതെങ്കിലും ഗുണങ്ങളുള്ള ഒരു പൂവോ കായോ ഇലയോ ഇട്ട് തിളപ്പിച്ചാറിയ ഒരു വെള്ളമാണ് ഞാൻ എല്ലാ ദിവസവും കുടിക്കാറുള്ളത്. ഇന്ന് ഞാൻ അതിനു വേണ്ടി ശംഖുപുഷ്പമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ശംഖുപുഷ്പം ഉണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടി കൂടിയാണെന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ വീട്ടിൽ ഇത് ധാരാളം ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇത് തിളപ്പിച്ച വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചാലും കുറച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒരു ബ്ലൂ കളറായി മാറാറുണ്ട് കേട്ടോ. ഇങ്ങനെ കുടിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് അറിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിൽ ഈ പുഷ്പം ഒന്നിടവിട്ട് ഉപയോഗിക്കാറുണ്ട്. പതിവ് പോലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലുള്ള പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. ഇന്നിപ്പോൾ അപ്പവും എഗ് മസാല ആകാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ അപ്പം ഞാൻ ഓൾറെഡി ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എഗ് മസാലയ്ക്കുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എഗ് മസാല പ്രിപ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് കുറച്ച് സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കും. പിന്നീട് അതിലേക്ക് നമുക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി വയ്ക്കും. പിന്നെ ഒരു ടൊമാറ്റോ, നമ്മുടെ ആവശ്യമായ അത് നമ്മുടെ കറിക്ക് എത്രത്തോളം വേണം അതിനാവശ്യമായി. എനിക്കിപ്പോൾ ഇവിടെ ഒരു ടൊമാറ്റോയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഒരു ടൊമാറ്റോ കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കും. പിന്നീട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മസാലപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് തിളപ്പിക്കുക. നല്ലപോലെ ഇത് കുറുകി ഒരു ഗ്രേവി ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടേനെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു കിടിലൻ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിടിലൻ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളിതുപോലെ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ചെടികളെ പരിപാലിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇതുപോലെ നല്ല ചൂടുള്ളപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം പോരാ, ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഏതെങ്കിലും ഒരു നഴ്സറി വിസിറ്റ് ചെയ്യുക, അവിടുന്ന് പുതിയ ചെടികളൊക്കെ വാങ്ങിക്കുക, അവയെ നട്ട് വളർത്തുക, ഇതൊക്കെ എൻ്റെ ഒരു രീതിയാണ്. ഇൻഡോർ പ്ലാന്റ്സിനെയും ഔട്ട്ഡോർ പ്ലാന്റ്സിനെയൊക്കെ ഒരുപോലെ തന്നെ ഞാൻ സ്നേഹിക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു നിഗമനത്തിൽ എത്ര മനോഹരമായിട്ടുള്ള പണിത വീടാണെങ്കിലും ആ വീടിൻ്റെ അകവും പുറവും ഒരുപോലെ കൂടുതൽ മനോഹരമാക്കുന്ന ഒന്നാണ് ചെടികൾ. എന്നെ സംബന്ധിച്ച് എനിക്ക് അവർ ഏറ്റവും പ്രിയപ്പെട്ടവയാണ്.
പിന്നെ ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇന്ന് ഈ ഔട്ട്ഫിറ്റാണ് കേട്ടോ വെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ പ്രസ് ദ ബെൽ ബട്ടൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ ബൈ. ടേക്ക് കെയർ.